രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബാൽക്കണിൽ ഇതുപോലെ വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. ചെറിയ തണുപ്പും രാവിലെ അമ്പലത്തിൽ ഇടുന്ന ആ പാട്ടും എന്ത് രസമല്ലേ. നമ്മളെ പ്രവാസിയാക്കാണ്ട് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഈ വീടും നമ്മുടെ നാടും ഒക്കെ അല്ലേ. ഇപ്പൊ നാട്ടിലില്ലാത്തവര് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ കാറ് കഴുകുന്നത്. കാരണം എന്നോട് എപ്പോഴും പറയും കാർ കൊണ്ടു കിടന്നാൽ മാത്രം പോരാ, കഴുകി വൃത്തിയാക്കി വേണം കൊണ്ടു കിടക്കാൻ. എന്നോട് മാത്രമല്ല കേട്ടോ, മാളിനോട് പറയാറുണ്ട് ഇടയ്ക്ക് കാറ് കഴുകാനൊക്കെ സഹായിക്കണമെന്ന്. ഞാനും മാളും ചെയ്യൂല. കാറ് കഴുകുന്നതിന്റെ ബുദ്ധിമുട്ട് അവൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ അമ്പളയാണെങ്കിൽ കാറ് കഴുകാണ്ട് റോഡിൽ ഇറക്കാൻ സമ്മതിക്കും. അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല, കഴുകിയേ പറ്റൂ. കാറിന്റെ ബോണറ്റ് ഇതുപോലെ വല്ലപ്പോഴെങ്കിലും ഒക്കെ തുറന്നു നോക്കണം കേട്ടോ. ഈ ഇടയ്ക്ക് എന്റെ ഫ്രണ്ടിന്റെ കാറിൽ ഇതുപോലെ ബോണറ്റിൽ ഒരു പൂച്ച കയറി ഇരുന്നിട്ട് അറിഞ്ഞില്ല, ചത്തുപോയി അവിടെ ഇരുന്നിട്ട്. സോ എല്ലാരും വല്ലപ്പോഴെങ്കിലും ബോണറ്റ് തുറന്നു നോക്കുക. നിങ്ങൾ വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടോ? മണ്ണാർശാല അമ്പലത്തിൽ പോയിട്ടുണ്ടോ? എന്റെ അമ്പലയുടെ ഇന്നത്തെ പ്ലാൻ അതാ. അപ്പൊ വായോ പോവാ. ഞാൻ എപ്പോ വെട്ടിക്കോട്ട് അമ്പലത്തിൽ ചെന്നാലും ഭയങ്കര തിരക്കാ. ഇന്നും ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ഐതിഹ്യങ്ങളും കുറെ അധികം കഥകളും ഒക്കെ ഉള്ള അമ്പലങ്ങളാട്ടോ മണ്ണാർശാലയും വെട്ടിക്കോടും. ഇവിടെ ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് പോയി നോക്കൂ. മണ്ണാർശാലയിലെ ഉണ്ണിയപ്പത്തിന് ഭയങ്കര ടേസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണിയപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ടതല്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് അമ്പളി ചെന്ന് ചോദിച്ചപ്പോ 2 എണ്ണം കിട്ടി. അങ്ങനെ കിട്ടിയോണ്ടായിരിക്കാം ഉണ്ണിയപ്പത്തിന് ഇന്ന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ പോവാണ്. ഉണ്ണിയപ്പം കഴിച്ചതിന് ക്ഷീണമെന്ന് തോന്നുന്നു. അമ്പിളിയമ്മ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അമ്പിളി ഉറങ്ങിക്കോട്ടെ അല്ലേ. അപ്പൊ ടാറ്റാ.